ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ബൈബിൾ കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ബൈബിൾ കഥാപാത്രം എലിയേസറാണ്. ഈ പഠനം ഒരു വിശദമായ പഠനമല്ല, മറിച്ച് എലിയേസർ എന്ന കഥാപാത്രത്തെക്കുറിച്ച് വേഗത്തിലും വളരെ എളുപ്പത്തിലും മനസ്സിലാക്കുവാൻ കഴിയുന്ന ലളിതമായ ഒരു പഠനമാണ്. എലിയേസർ എന്ന പേരിൽ 11 വ്യക്തികൾ ബൈബിളിലുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന അബ്രഹാമിൻ്റെ ദാസനായ എലിയേസറിനെ കുറിച്ചാണ്. എലിയേസർ എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ പേരിൻ്റെ അർത്ഥം ദൈവം എൻ്റെ സഹായി എന്നാണ്. എലിയേസറിനെ കുറിച്ച് ബൈബിളിൽ വളരെ കുറച്ച് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എലിയേസറിൻ്റെ പശ്ചാത്തലം നാം പരിശോധിക്കുകയാണെങ്കിൽ അവൻ ദമ്മേശേക്കുകാരനായിരുന്നു അല്ലെങ്കിൽ ദമസ്കോസ്കാരനായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു. എലിയേസർ അബ്രഹാമിൻ്റെ ഭവനത്തിലെ ദാസനായിരുന്നു. ആ കാലഘട്ടത്തിൽ ധനികരായ ആളുകൾക്ക് വളരെയധികം ദാസീദാസന്മാർ ഉണ്ടായിരുന്നു. 2 തരത്തിലുള്ള ദാസന്മാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വിലയ്ക്ക് വാങ്ങിയ ദാസന്മാരും മറ്റൊന്ന് വീട്ടിൽ ജനിച്ച ദാസന്മാരും. വീട്ടിൽ ജനിച്ച ദാസന്മാർക്ക് മറ്റേ ദാസന്മാരെക്കാൾ കുറെ കൂടെ മാന്യമായ സ്ഥാനവും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അബ്രഹാമിൻ്റെ ഭവനത്തിലെ ദാസനായിരുന്നു എലിയേസർ. എലിയേസറിനെ കുറിച്ച് നാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യത്തിലും അതുപോലെ 24-ാം അധ്യായത്തിലുമാണ് കാണുന്നത്. മാത്രമല്ല എലിയേസർ അബ്രഹാമിൻ്റെ ഭവനത്തിലെ മൂപ്പനായിരുന്നു. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നതുകൊണ്ട് ഈ സമ്പത്തെല്ലാം അന്വേഷിക്കുവാൻ ചുമതലപ്പെട്ട ഒരു വിശ്വസ്ത ദാസനായിരുന്നു എലിയേസർ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. ഇങ്ങനെയാണ് ഉൽപ്പത്തി 24:2 പറയുന്നത്: തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്. അപ്പോൾ ഇവിടെ എലിയേസർ എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ വീട്ടിലെ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനും ആയിരുന്നു. എലിയേസറിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ എലിയേസറിൻ്റെ സ്വഭാവത്തിലെ 2 പ്രധാന വിശേഷതകൾ അവൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമതായി എലിയേസർ ഏറ്റവും വിശ്വസ്തനായ ദാസനായിരുന്നു. രണ്ടാമത് എലിയേസറിൻ്റെ എല്ലാ പ്രവൃത്തികളിലും തൻ്റെ യജമാനനോടുള്ള സ്നേഹം തെളിഞ്ഞു കാണാമെന്ന് അവൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അബ്രഹാമിന് ഒരു പുത്രൻ ജനിച്ചപ്പോൾ സ്വാഭാവികമായി തൻ്റെ അവകാശം നഷ്ടപ്പെടുമെന്ന് എലിയേസറിന് അറിയാമായിരുന്നിട്ടും എലിയേസർ തൻ്റെ യജമാനനോടുള്ള സ്നേഹത്തിൽ തന്നെ ജീവിച്ചു. അങ്ങനെ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വിവാഹപ്രായമെത്തിയപ്പോൾ ഇസഹാക്കിന് വേണ്ടി ഭാര്യയെ കണ്ടെത്താൻ തൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വിശ്വസ്തനായ ദാസൻ എലിയേസറിനെ നിയോഗിക്കുന്നു. തൻ്റെ പുത്രന് യോജിച്ച ഒരു വധുവിനെ തിരഞ്ഞു കണ്ടുപിടിക്കുവാനുള്ള ഉത്തരവാദിത്തം എലിയേസർ നിർവഹിക്കുമെന്ന് അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചു. എലിയേസറിന് ഇസഹാക്കിനോട് അല്പമെങ്കിലും പകയോ സ്നേഹക്കുറവോ ഉണ്ടായിരുന്നില്ല. തൻ്റെ അനന്തരാവകാശി എലിയേസർ ആണെന്ന് അബ്രഹാം തന്നെ അംഗീകരിച്ച കാലത്താണ് ഇസഹാക്ക് ജനിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇസഹാക്കിനോട് വെറുപ്പും പകയും എലിയേസറിന് തോന്നാമായിരുന്നിട്ടും എലിയേസറിൻ്റെ പ്രവൃത്തിയും ജീവിതവും മാതൃകാപരമായിരുന്നു. അങ്ങനെ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു വധുവിനെ തിരക്കി ദാസനായ എലിയേസർ പുറപ്പെടുന്നു. അബ്രഹാമിൻ്റെ ദാസൻ മെസൊപ്പൊത്താമ്യയിലെ ഹാരാനിൽ താമസിച്ചുകൊണ്ടിരുന്ന അബ്രഹാമിൻ്റെ സഹോദരൻ നാഹോരിൻ്റെ മകനായ ബെഥുവേലിൻ്റെ മകളായ റിബേക്കയാണ് എലിയേസർ ഇസഹാക്കിന് ഭാര്യയായി കണ്ടെത്തുന്നത്. ഇസഹാക്കിന് ഭാര്യയെ അന്വേഷിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് അബ്രഹാം എലിയേസറിനെ കൊണ്ട് ഉടമ്പടി ചെയ്യിച്ചു. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. തനിക്ക് ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് ഇസഹാക്കിന് ഭാര്യയെ എടുക്കാതെ അബ്രഹാമിൻ്റെ ദേശത്തും
അബ്രഹാമിൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് ഇസഹാക്കിന് ഭാര്യയെ എടുക്കണമെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ എലിയേസറിനെ കൊണ്ട് അബ്രഹാം സത്യം ചെയ്യിക്കുന്നു. മാത്രമല്ല, എലിയേസർ കണ്ടെത്തുന്ന സ്ത്രീക്ക് ഇസഹാക്കിൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ മനസ്സില്ലെങ്കിൽ ഇസഹാക്കിനെ ഹാരാനിലേക്ക് മടക്കിക്കൊണ്ടു പോകുവാൻ പാടില്ല എന്ന് അബ്രഹാം വ്യവസ്ഥ ചെയ്യിച്ചു. കാരണം അബ്രഹാം വിട്ടുപോകുന്നതിനെ പിന്നീട് അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊരു വ്യവസ്ഥ ചെയ്യിച്ചത്. ഇവിടെ ഇസ്ഹാക്കിനെ യേശുക്രിസ്തുവിന് നിഴലായി ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാന്തയായ ദൈവസഭയെ ഒരുക്കിയെടുക്കുന്ന പരിശുദ്ധാത്മാവിന് നിഴലായി എലിയേസർ നിൽക്കുന്നു. അബ്രഹാമിൻ്റെ എലിയേസറിലുള്ള വിശ്വാസത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും. അബ്രഹാം തന്നിൽ അർപ്പിച്ച വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എലിയേസർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാണ് റിബേക്കയെ തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല, തൻ്റെ യാത്രയിൽ എലിയേസർ ഒരു പ്രത്യേക ലക്ഷണം ദൈവത്തിങ്കൽ നിന്ന് ആവശ്യപ്പെടുന്നു. വെള്ളം കോരുവാൻ വരുന്ന യുവതികളോട് കുടിക്കുവാൻ വെള്ളം ചോദിക്കുമ്പോൾ ഒട്ടകങ്ങൾക്കും കൂടി വെള്ളം കോരി കൊടുക്കാമെന്ന് പറയുന്ന യുവതിയായിരിക്കട്ടെ ഇസഹാക്കിൻ്റെ ഭാവി വധു എന്ന ലക്ഷണം എലിയേസർ ആവശ്യപ്പെടുന്നു. അങ്ങനെ താൻ ആവശ്യപ്പെട്ട ലക്ഷണം റിബേക്കായിൽ കൂടി സംഭവിക്കുമ്പോൾ തൻ്റെ യാത്രയെ ദൈവം സഫലമാക്കിയെന്ന് എലിയേസർ വിശ്വസിക്കുന്നു. ഇവിടെ റിബേക്കായ്ക്ക് അണിയാനുള്ള ആഭരണങ്ങളും അബ്രഹാം എലിയേസറിൻ്റെ പക്കൽ ഏൽപ്പിക്കുന്നു. അതുപോലെ ദൈവസഭയെ കൃപകളാലും വരങ്ങളാലും അലങ്കരിച്ച് കറ, ചുളുക്കം, വാട്ടം, മാലിന്യം എന്നിവയില്ലാതെ ഉത്തമ കന്യകയായി യേശുക്രിസ്തുവിൻ്റെ നാളിനായി ദൈവസഭയെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എലിയേസർ റിബേക്കായുടെ വീട്ടിൽ ചെന്ന് തൻ്റെ പക്കലുള്ള ആഭരണങ്ങൾ അവളെ അണിയിച്ച് റിബേക്കായെ കൂട്ടിക്കൊണ്ട് ഇസഹാക്കിൻ്റെ മുമ്പിൽ നിർത്തുന്നു. അങ്ങനെ തൻ്റെ യജമാനനായ അബ്രഹാം പറഞ്ഞ കാര്യങ്ങൾ എലിയേസർ ഭംഗിയായി നിർവഹിക്കുന്നത് നമുക്ക് എലിയേസറിൻ്റെ ജീവിതത്തിൽ നിന്നും കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, എലിയേസറിനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ളെങ്കിലും എലിയേസറിൻ്റെ വിശ്വസ്തതയും എലിയേസറിൻ്റെ യജമാനനോടുള്ള സ്നേഹവും നാം നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടും നമ്മുടെ യജമാനനായ കർത്താവിനോടുള്ള തികഞ്ഞ സ്നേഹത്തിലും നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇസഹാക്ക് യേശുക്രിസ്തുവിൻ്റെ മുൻകുറിയായിരിക്കുമ്പോൾ ഇസഹാക്കിന് മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടുവന്ന എലിയേസർ സഭയെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിന് നിഴലായി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയാകുന്ന നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാപപങ്കിലമായ ഈ ലോക ജീവിതത്തിൽ പാപത്തിൻ്റെ കളങ്കം പറ്റാതെ യേശുക്രിസ്തുവിൻ്റെ നാളിനായി ഒരുങ്ങി കാത്തിരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. റിബേക്ക എലിയാസറിനെ അക്ഷരം പ്രതി അനുസരിച്ച് പിൻപറ്റുന്നത് പോലെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ദൈവപൈതൽ യേശുക്രിസ്തുവിൻ്റെ തിരുമുമ്പിൽ തേജസ്സോടെ നിൽക്കുവാൻ ഇടയാകും. അതിനായി നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.